ഗുഡ് പ്രേസ് ഗാഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യേശു ക്രിസ്തു പരിശുദ്ധനാണ് അല്ലെ. ആ പരിശുദ്ധിയുടെ മുമ്പിൽ നമ്മൾ പരിശുദ്ധരായിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ ഒപ്പം ആയിരിക്കാൻ സാധിക്കത്തില്ല. യേശയ്യാവ് അല്ല ഐസയ്യ ഐസയ്യ യേശു ക്രിസ്തുവിനെ കണ്ടു അല്ലെ. ഐസയ്യൻ്റെ ചാപ്റ്റർ 6 വരുമ്പോൾ നമുക്കറിയാം, യേശു ക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഐസയ്യക്ക് തോന്നിയ തോന്നൽ ഇങ്ങനെ: ദൈവമേ, ഞാൻ പരിശുദ്ധൻ അല്ലല്ലോ, പരിശുദ്ധി ഇല്ലാത്ത അതരങ്ങൾ കൊണ്ട് ഉള്ള ഒരു വ്യക്തിയാണല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധി അങ്ങനെയാണ് അല്ലെ. ദൈവത്തോട് അടുക്കുമ്പോൾ നമ്മൾക്കും പരിശുദ്ധരായി തീരണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യും. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെ: നമ്മള് മക്കളായിട്ട് ഉള്ള വ്യക്തികൾ അല്ലെ ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധിയിൽ ജീവിക്കുന്ന വ്യക്തികളല്ല എങ്കിൽ ദൈവത്തിനൊപ്പമായിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല അല്ലെ. നമ്മുടെ കൈയാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ, നമ്മുടെ കണ്ണുകളാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ, പാപത്തിലേക്ക് നമ്മൾ നയിക്കുന്നതെങ്കിൽ, നമ്മുടെ കാലുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അതൊക്കെ ചുരന്ന് കളയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അംഗവൈകല്യമുള്ളവരായിട്ടെങ്കിലും പോലും നമ്മൾ സ്വർഗത്തില് അല്ലെ കടക്കാൻ പറ്റുമെങ്കിൽ, യേശുവിന്റെ ഒപ്പം ആയിരിക്കാൻ പറ്റുമെങ്കിൽ അതും മതി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. നമ്മളെ ഒരാളെ പോലും നഷ്ടപ്പെട്ടു പോകണം ദൈവത്തിന് ഒരിക്കൽ പോലും ഇല്ല. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. മുമ്പോട്ട് പോകുന്ന പ്രാർത്ഥിച്ച് ശരി സംസാരിക്കും. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു കർത്താവേ, അങ്ങയുടെ സ്നേഹം പോലെ കർത്താവേ, ഞങ്ങളെ ആരും നിന്നെ സ്നേഹിക്കുന്നില്ല കർത്താവ്, അങ്ങ് സ്നേഹിക്കുന്ന പോലെ കർത്താവെ, ഞങ്ങളെ തേടിയെത്തിയ സ്നേഹ കർത്താവ്, അങ്ങ് പരിശുദ്ധനാക്കിയിരിക്കുന്ന പോലെ, പരിശുദ്ധനായിരിക്കുന്ന പോലെ കർത്താവ് ഞങ്ങളെയും പരിശുദ്ധരാക്കണമെന്ന് കർത്താവ്, ഞങ്ങളും പരിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവം കർത്താവ്, അതിനായിട്ട് അങ്ങയുടെ മകന്റെ രക്തം കൊണ്ട് ഞങ്ങളെ വാഷ് ചെയ്തെടുത്തിരിക്കുന്നു കർത്താവിലോട്ട് പത്താണ്. ഞങ്ങൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പും, ഞങ്ങൾ എടുക്കുന്ന ഓരോ ഡിസിഷൻസും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിന്റെ പാട്ടായിട്ടുള്ളത്, എല്ലാം അങ്ങക്ക് ഗ്ലോറിക്കായിട്ട് മാത്രമായിട്ടുള്ളതായിരിക്കട്ടെ കർത്താവ്. താങ്ക് യു ജീസസ്. ഞങ്ങളോട് സംസാരിക്കണമേ ഹോളി സ്പിരിറ്റ് ഗോഡ്. അങ്ങാണ് ഞങ്ങളുടെ ടീച്ചർ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണമേ. അപ്പൊ ഫാദർ, താങ്ക് യു സോ മച്ച്. ഹോളി സ്പിരിറ്റ് ഗോഡ്, താങ്ക് യു സോ മച്ച്. യേശു ക്രിസ്തു മൈ ഗോഡ്, താങ്ക് യു സോ മച്ച്. ജീസസ് നെയിം, ആമേൻ. നമുക്കിന്ന് മാർക്കോസിലേക്ക് പോകും. മാർക്കോസിന്റെ 9:42 തൊട്ട് 49 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇത് അറിയത്തില്ലാത്ത ഒരു ചുരുക്കമാണ് അല്ലെ. ഈ വാക്കുകൾ അറിയത്തില്ലാത്ത ഒരു ചുരുക്കമാണ്, എങ്കിലും ഒന്ന് വായിക്കും. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവൾ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി അവനെ കടലിൽ ഇട്ടുകളയുന്നത് അവന് ഏറെ നല്ലത്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. ഊനനായി ജീവിതത്തിൽ കടക്കുന്നത് 2 കൈയുള്ളവനായി കെടാത്ത തീയ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ വെട്ടിക്കളയുക. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുള്ളവൻ ആയി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ കളയുക. ഒറ്റ കണ്ണനായി ദൈവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനെ അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലത്. അവിടെ എല്ലാവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുന്നതുമില്ല, എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും അല്ലെ. അപ്പൊ എല്ലാവരെയും തീ കൊണ്ട് ഉപ്പിടും എന്ന് പറഞ്ഞിരിക്കുക സീസൺഡ് ആയിരിക്കും എന്ന് പറയാം. സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ടെസ്റ്റ് ചെയ്യപ്പെടും എന്താ പറഞ്ഞ, തീ കൊണ്ട് ടെസ്റ്റ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്നത്. തീയാല് ദൈവം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ പ്രവൃത്തികളും അല്ലെ ദൈവത്തിന്റെ ടെസ്റ്റിൽ കൂടെ നമ്മൾ പാസ്സായെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് രക്ഷയുള്ളൂ അല്ലെ. അപ്പൊ നമുക്കറിയാം, 1 കൊരിന്ത്യർ ലേഖനത്തിൽ 3-ാമത്തെ ചാപ്റ്റർ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: കച്ചിയും തടിയും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന എന്താ പറയുന്നത് വർക്കുകളൊന്നും ആ തീയിന്റെ ടെസ്റ്റിങ്ങിൽ അത് പാസ്സാവത്തില്ല, നശിച്ചു പോകുക തന്നെ ചെയ്യും. പക്ഷേ പ്രഷ്യസ് ആയിട്ടുള്ള മെറ്റലുകൾ ഗോൾഡ് കൊണ്ടും സിൽവർ കൊണ്ടും ഒക്കെ ചെയ്തിരിക്കുന്ന വർക്കുകളാണെങ്കിൽ അത് തീർച്ചയായിട്ടും എന്താ പറയുക, അത് ആ തീ ടെസ്റ്റിൽ കൂടെ കടന്നു പോകുക തന്നെ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാല് ഗോൾഡൻ സിൽവർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിൽ ആസ്പദമായിരിക്കുന്ന വർക്കുകളെ പറ്റിയ ദൈവം പറഞ്ഞിരിക്കുന്നു. കച്ചിനെ പറ്റിയും തടിയെ പറ്റിയും പറഞ്ഞിരിക്കുന്ന നമ്മളിൽ ആസ്പദമായിരിക്കുന്ന വർക്കുകളെ പറ്റി പറഞ്ഞിരിക്കും. അപ്പൊ തീ കൊണ്ട് എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരുന്നുണ്ട്. അതിൽ നമ്മൾ പാസ്സായേ പറ്റത്തുള്ളൂ ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കണമെങ്കിൽ അല്ലെ. അപ്പൊ നമ്മളുടെ വർക്കെല്ലാം നഷ്ടപ്പെട്ടു പോകും തീയിൽ നമുക്ക് പാസ്സായാലും. പക്ഷെ നമ്മുടെ സാൽവേഷൻ ഉണ്ടായിരിക്കും. പക്ഷെ സ്വർഗത്തിന്റെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ആളുകള്, പോളും പീറ്ററും അതുപോലെ ഈ ഇന്നത്തെ കാലത്തും ഒരുപാട് ദൈവത്തിന് വേണ്ടി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്ത വ്യക്തികളുള്ളടത്ത് നമ്മളുടെ വർക്കെല്ലാം നശിച്ച് നമുക്ക് ഒരു സ്ഥാനമില്ലാതെ സ്വർഗത്തിന്റെ ഏതെങ്കിലും കോണിൽ ഇരിക്കുക എന്നുള്ളതിന് അതിനെപ്പറ്റിയല്ല
അല്ലല്ലോ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പറ്റി ദൈവം ഉദ്ദേശിക്കുന്ന കാര്യം ഇതാ. പോള് പറഞ്ഞ പോലെ അല്ലെ, പൗലോസ് പറഞ്ഞ പോലെ ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ ഗുഡ് ഫൈറ്റിംഗ് ഞാൻ ഫിനിഷ് ആക്കി, എൻ്റെ എന്താ പറയുക ഫെയ്ത്ത് ഞാൻ കീപ്പ് ചെയ്തു. ഇനി ദൈവം അല്ലെ റൈച്ചസ് കിങ് എനിക്ക് എന്താ പറയുക ഒരു കിരീടം തരും, റൈച്ചസ്നെസ്സിന്റെ കിരീടം തരും. അപ്പൊ അത് കിരീടം വാങ്ങിക്കുന്നതിന് വേണ്ടി നമ്മള് അതിനായിട്ടുള്ള വർക്കായിരിക്കണം നമ്മൾ ചെയ്യണം, അതിനായിട്ടുള്ള ജീവിതമായിരിക്കണം ജീവിക്കേണ്ടതെന്ന് ദൈവം നമ്മളോട് പറഞ്ഞു തന്നിരിക്കുക. പോള് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല അല്ലെ, എല്ലാവരെയും രക്ഷയിലേക്ക് കൊണ്ടുവന്ന ശേഷം എനിക്ക് എന്റെ രക്ഷ നഷ്ടപ്പെട്ടു പോകരുത് അല്ലെ, അതിനായിട്ടുള്ള ജീവിതം ജീവിക്കണം. ഇവിടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, പിന്നെ നമ്മളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് അല്ലെ, നമ്മൾ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുത്. 42ാമത്തെ വാക്കിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈ ചെറിയവരിൽ ഒരുത്തരും ഇടച്ചോ നമ്മളായിട്ട് വരുത്തുവാണെങ്കിൽ, നമ്മളിപ്പോ ഒരു ആട്ടുകല്ലെ പോലെ തലയിൽ കെട്ടിയിട്ട് കഴുത്തെ കെട്ടിയിട്ട് പോയി വെള്ളത്തിൽ ചാടും നമുക്ക് നല്ലത്. കാരണം നമുക്ക് പ്രതീക്ഷ, നമ്മൾ കാണും മറ്റുള്ളവർക്ക് ദോഷം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് ഇനി പ്രതീക്ഷയില്ല. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. ഒരാളുടെ ജീവിതത്തിൽ പോലും ഒരു ഇടർച്ചയ്ക്കുള്ള കാര്യം നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിനുള്ള മറുപടി നമ്മൾ ദൈവത്തിന് കൊടുത്തേ സാധിക്കത്തുള്ളൂ എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, എന്താ പറയാ 43ാമത്തെ വാക്ക്, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 45ാമത്തെ വാക്ക്, നിന്റെ കാൽ നിനക്ക് ഇടർച്ച വരുത്തിയാൽ എന്ന് പറഞ്ഞിരിക്കുന്നു. 47ാമത്തെ വാക്ക്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് ചൂഴ്ന്നു കളയുക, കൈയിനെയും കാലിനെയും വെട്ടിക്കളയെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത്, എന്താണ് ദൈവം കൈയിനെയും കാലിനെയും പറ്റി കണ്ണിനെയും പറ്റി പറഞ്ഞിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള കൈയും കണ്ണിനെയും കാലിനെയും പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കൈയെ പറ്റി പറയുമ്പോൾ അത് ശക്തിയെ കാണിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിയെ കാണിക്കുന്നത്. കൈ യേശുക്രിസ്തു പിതാവിന്റെ വലം കൈയുടെ ഭാഗത്തിരിക്കുന്നത്. യേശുക്രിസ്തു പിതാവിന്റെ ശക്തിയാണ് അല്ലെ. അപ്പൊ ശക്തിയാണ് കാണിക്കുന്നത് കൈ എന്ന് പറഞ്ഞത്, എന്ന് വെച്ചാൽ നമ്മുടെ പ്രവൃത്തിയെ കാണിക്കുന്നത് അല്ലെ. അപ്പം പിന്നെ നമ്മുടെ കാലെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എന്താ പറയാ ജീവിതത്തിന്റെ നടപ്പിനെ പറ്റിയാ, നമ്മൾ ആയിരിക്കുന്ന വഴികളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പോകുന്ന വഴികളെ പറ്റിയാ പറഞ്ഞത്. ഫിസിക്കലി പോകുന്ന വഴിയെ പറ്റിയല്ല പറയുന്നത്, നമ്മളായിരിക്കും ഓരോ വ്യക്തിയും ഓരോ ജീവിത രീതിയാണല്ലോ അല്ലെ. ഞാനായിരിക്കുന്ന രീതിയാണ് നിങ്ങൾ, എന്റേതായിട്ടുള്ള ഇഷ്ടങ്ങൾ നിങ്ങളുടെ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ശൈലി, നമ്മളായിരിക്കുന്ന ആ ഒരു അവസ്ഥ, ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതിനെപ്പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. കണ്ണെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണ്, നമ്മൾ കാണുന്ന എന്താണെന്ന് അല്ലെ. അപ്പം നമ്മുടെ കണ്ണ് ശരിയല്ലെങ്കിൽ നമ്മുടെ ശരീരം മൊത്തം നാശത്തിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ 6ാമത്തെ ചാപ്റ്ററിലെ 22ാമത്തെ വാക്കിലേക്ക് വരും ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കണ്ണാണ് നമ്മുടെ ശരീരത്തിന്റെ തന്നെ, ഇനി നമ്മുടെ ജീവിതത്തിന്റെ തന്നെ അല്ലെ വിളക്ക് എന്ന് പറഞ്ഞാൽ, വിളക്ക് ആയിട്ടുള്ള കണ്ണ് ശരിയല്ലെങ്കിൽ, നമ്മൾ കാണുന്ന കാഴ്ചകൾ ശരിയല്ലെങ്കിൽ, അതെന്താ പറഞ്ഞാൽ ശരീരത്തെ മൊത്തം അല്ലെ നമ്മുടെ ജീവിതത്തെ മൊത്തം ഇരുട്ടിലാക്കി കളയുക ചെയ്യുന്നിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ കാണുന്ന എന്താണെന്നും നമ്മള് അത് കാണുന്ന എന്താണെന്നും എങ്ങനെയുള്ള കാര്യങ്ങളാണെന്നും എന്തിനൊക്കെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നും നമ്മൾ വളരെയധികം എന്താ പറയുക അറിവുള്ള വ്യക്തികളായിരിക്കും, നമ്മൾ അതിനെ മൈൻഡ്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കുക. ഇനി ദൈവം ഇവിടെ പറഞ്ഞിരിക്കുക അല്ലെ, നമ്മുടെ കൈയിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അല്ലെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചെയ്തികൾ എന്താണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള പറ്റി, നമ്മളെ ചെയ്തികൾ നമ്മളെ പാപത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ, നമ്മുടെ വർക്ക് നമ്മളെ പാപത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ അതിനെ കട്ട് ഓഫ് ചെയ്ത് കളയുക അല്ലെ, ദൈവത്തിന്റെ വഴിയിലേക്ക് വരുവാന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാലം നമ്മളെ നയിക്കുന്നത് പാപത്തിലേക്കാണെങ്കിൽ ആ പരിപാടി അവിടെ കൊണ്ട് നിർത്തുവാൻ ദൈവം പറഞ്ഞിരിക്കുക. നമുക്ക് യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിന്റെ 1ാമത്തെ ലേഖനത്തിൽ 2ാമത്തെ ചാപ്റ്ററിന്റെ 15ഉം 16ഉം വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, ജഡമോഹങ്ങളും കന്മവും ജീവന്റെ പ്രതാപവും അല്ലെ, ഇങ്ങനെ ലോകത്തുള്ളത് എല്ലാം പിതാവിൽ നിന്നുള്ളതല്ല, ലോകത്തിൽ നിന്നുള്ളതത്രേ. അപ്പൊ പിതാവിൽ നിന്നുള്ളതല്ലാത്ത കാര്യങ്ങളാണ് കണ്ണിന്റെ മോഹം. നമ്മളിപ്പോ കാണുന്നത് എന്താണെന്ന്, എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ള, എന്തൊക്കെ കാര്യങ്ങളാണ് കാണുന്നത് എന്നുള്ള കാര്യവും നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അത് പാപത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നെങ്കിൽ അത് അവിടെ നിന്ന് കട്ട് ഓഫ് ചെയ്യുക അല്ലെ, അവിടെ കൊണ്ട് പരിപാടി തീർക്കുക. നമ്മൾ ഈ കാണുന്ന കാഴ്ചകളുടെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിനെ കീഴടക്കുക തന്നെ ചെയ്യും അല്ലെ. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരും, നമ്മളെ പ്രാർത്ഥിക്കാൻ സമ്മതിക്കത്തില്ല, നമ്മൾ അല്ലാതിരിക്കുക. പ്രത്യേകിച്ചും ദൈവത്തിന്റെ മക്കളും പിശാച് നമ്മൾ കാണുന്ന കാഴ്ചകൾ, മോശപ്പെട്ട കാഴ്ചകൾ, അത് നമ്മൾ എടുത്തിട്ട് നമ്മളെ ഉപദ്രവിക്കുക തന്നെ ചെയ്യും. നമ്മുടെ മനസ്സിലേക്ക് അത് പിന്നെയും കൊണ്ടിട്ടിട്ട് അത് മോശപ്പെട്ട രീതിയിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടിട്ടിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തുക തന്നെ ചെയ്യും.
അല്ലെ? എത്രയോ പേർക്കുള്ള അനുഭവങ്ങളാണ്, മിക്കവാറും ആൾക്കാർക്കുള്ള അനുഭവങ്ങളാണിത് അല്ലെ? അപ്പൊ നമ്മളായിട്ട് എന്തിനാ മോശപ്പെട്ട കാര്യം കാണാൻ പോകുന്നത്? അങ്ങനെ കാണാൻ പോകുന്നോണ്ടാണല്ലോ ഈ പിശാചിന് ചാൻസ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കാണാൻ പോകരുതല്ലോ അല്ലെ? ഈ നമ്മൾ ജഡമോഹത്തിൽ എന്തിനാണ് നമ്മൾ പോകുന്നത്? ജീവന്റെ പ്രതാപം അല്ലെ? അത് ലെസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ലെസ്റ്റ് ഓഫ് ദ ഐസ്, പ്രൈഡ് ഓഫ് ലൈഫ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് മൂന്നും പിശാചിന്റെ കയ്യിലെ വെപ്പൺസ് ആണ്, ആയുധങ്ങളാണ് മനുഷ്യനെ നശിപ്പിക്കുന്നതിന് വേണ്ടി. അത് തന്നെയാണ് അവൻ യേശുക്രിസ്തുവിനെ നേരെ എടുത്തത് അല്ലെ? നീ എന്റെ മുമ്പിൽ നീ മുട്ടുകുത്തിയാണ് എന്നെ നീ ആരാധിക്കണം, നിനക്ക് കാണുന്ന മൊത്തം തന്നെ സൃഷ്ടാവായ ദൈവത്തോട് പറഞ്ഞതാണ് ആ വ്യക്തി അല്ലെ? അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെ ഇവൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നതാണ് പിശാച്. അപ്പൊ നമ്മളൊന്ന് കരുതി കൂട്ടി അറിഞ്ഞും ഒന്ന് പെരുമാറുന്ന വ്യക്തികളായിരിക്കും. നമ്മുടെ കാൽപാദങ്ങൾ, നമ്മുടെ നടപ്പ്, നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അത് പാപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകാതിരിക്കട്ടെ അല്ലെ? നമ്മൾ കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അല്ലെ, കുഞ്ഞുങ്ങളുടെ തന്നെ ജീവിതത്തിൽ തന്നെയല്ല, ഒരാളുടെയും ജീവിതത്തിൽ, ലോകത്തുള്ള ഒരാളുടെയും ജീവിതത്തിൽ ഒരു പാപമായിട്ട് തീരാതിരിക്കട്ടെ. നമ്മളുടെ പ്രവൃത്തി, നമ്മളുടെ വർത്തമാനം അതൊന്നും ഒരു വ്യക്തിയെ ഒരിക്കൽ പോലും ഒരു പാപത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കട്ടെ. ഒരാളെ പോലും ഹേർട്ട് ചെയ്യാതിരിക്കട്ടെ അല്ലെ? ദൈവം ഇങ്ങനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള കമാൻഡ്മെന്റ് ഏതാണെന്ന് ഒരിക്കലും ഒരു ടീച്ചർ, ലോയുടെ ടീച്ചർ വന്ന് ദൈവത്തോട് യേശുക്രിസ്തുവിനോട് ചോദിച്ചപ്പോൾ യേശുക്രിസ്തു ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. നീ നിന്റെ പിതാവായ ദൈവത്തെ നിന്റെ ശക്തി കൊണ്ട് അല്ലെ, നിന്റെ ശക്തി കൊണ്ട്, നിന്റെ മനസ്സോട്, നിന്റെ ഹൃദയം കൊണ്ട്, നിന്റെ പ്രാണം കൊണ്ട്, സോള് കൊണ്ട് നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞു. നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം എന്ന് പറഞ്ഞിരിക്കുക. പിന്നെ യേശുക്രിസ്തു നമുക്കായിട്ട് വേറൊരു ന്യൂ കമാൻഡ്മെന്റ് തന്നിരിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ദൈവം പറയുന്ന സ്നേഹത്തെ പറ്റിയാണ് പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ സ്നേഹിക്കുവാണെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യത്തില്ല അല്ലെ? നമ്മൾ ഒരാളെ സ്നേഹിക്കുവാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ കയറി നമ്മളൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. അന്യന്റെ വൈഫിനെ മോഹിക്കരുതെന്ന് പറയുമ്പോൾ അന്യനെ നമ്മൾ സ്നേഹിക്കുവാണെങ്കിൽ അവന്റെ വൈഫിനെ നമ്മൾ മോഹിക്കാൻ പോകത്തില്ല അല്ലെ? അന്യന്റെ വസ്തു സ്റ്റീൽ ചെയ്യരുത് ദൈവം പറയുമ്പോ അന്യനെ സ്നേഹിക്കുവാണെങ്കിൽ എന്താ പറയാ, അയൽവക്കംകാരന്റെ വൈഫിനെ നമ്മൾ മോഹിക്കുന്ന, അയൽവക്കംകാരന്റെ സാധനങ്ങൾ നമ്മൾ എന്താ പറയാ സ്റ്റീൽ ചെയ്തെന്ന് പറയുമ്പോ അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ അല്ലെ, നമ്മുടെ കൂട്ടാളികളായിരിക്കുന്ന കൂട്ടുവിശ്വാസികളോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ദ്രോഹമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകത്തില്ല അല്ലെ? അതാ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മളുടെ പ്രവൃത്തികളോ, നമ്മളുടെ വിശ്വാസങ്ങളോ, നമ്മൾ നടക്കുന്ന വഴികളോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ ഒരിക്കൽ പോലും നമുക്ക് പാവമായിട്ട് തീരരുത്. നമ്മൾ വഴി വേറെ ആർക്കും ഒരു പാപവും, വേറെ ആരെയും ഒരു പാവത്തിലേക്ക് കൊണ്ടുപോകരുത് അല്ലെ? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എന്താ പറയാ 119 സങ്കീർത്തനത്തില് 9 തൊട്ട് 11 വരെയുള്ള വാക്കുകളിലേക്ക് വരുമ്പോ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന, ഒരു ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്ന എങ്ങനെയെന്ന് പറഞ്ഞിരിക്കുക. ബാലന്റെ കാര്യം തന്നെയല്ല പറഞ്ഞിരിക്കുന്നത്, നമുക്കും അത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇങ്ങനെ പറഞ്ഞു, നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കും, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരുത്തരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ട നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. അപ്പൊ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ പാപം ചെയ്യുന്നത് മൊത്തം ദൈവത്തിനെതിരായിട്ടാണ് അല്ലെ? ആദ്യമായിട്ട് ഇപ്പൊ പ്രോഡിഗൽ സണ്ണിന്റെ ദൂർത്തപുത്രൻ തിരിച്ചു വന്നിട്ട് പിതാവിനോട് പറയുന്നത്, ഞാൻ സ്വർഗത്തിന് എതിരായിട്ടും അങ്ങയ്ക്കെതിരായിട്ടും പാപം ചെയ്തിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിനെതിരായിട്ടാണ് പാപം ചെയ്യുന്നത്. നമ്മൾ പാപം ചെയ്യുമ്പോൾ പാപം ചെയ്തത് ദൈവത്തിനെതിരായിട്ടാണ് അല്ലെ? അപ്പൊ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, സങ്കീർത്തനക്കാരൻ വഴി പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പാപം അല്ലെ ചെയ്യാതിരിക്കുന്നവർ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്നവരായിരിക്കുക, അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കുക. നമ്മുടെ കണ്ണ്, നമ്മുടെ പ്രവർത്തികൾ, നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മുടെ ജീവിതത്തിന്റെ ശൈലി ഒരിക്കൽ പോലും അല്ലെ നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കരുത്. ദൈവം കണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ, എന്താ പറയാ, നിന്റെ കൈ എന്ന് പറയുമ്പോ എന്താ പറയുക, അത് ശക്തി, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. കാലിനെ പറ്റി പറയുന്നത് നമ്മളുടെ ജീവിതത്തിന്റെ നടപ്പ്, നമ്മുടെ ജീവിതത്തിന്റെ വഴികൾ, അതൊന്നും നമ്മളെ പാപത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കട്ടെ. നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കും. നഷ്ടപ്പെട്ടു പോകാൻ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കത്തില്ല. അത് മനസ്സിലാക്കുക. ഇന്നേ നമ്മൾ അതിനെപ്പറ്റി തന്നെ മനസ്സിലാക്കിയിരിക്കുക അല്ലെ? നമ്മളെ പ്രവൃത്തി കൊണ്ട് ഒന്നും കൊണ്ട് ഒരു പാവത്തിലേക്ക്, നമ്മൾ ആരെയും ഒരു പാവത്തിലേക്ക് കൊണ്ടുപോകരുത്, നമ്മളും പോകരുത്. പരിശുദ്ധരായിട്ട് തന്നെ ജീവിക്കുക. ഈ ലോകത്തിൽ കിട്ടിയിരിക്കുന്ന ഒരു ജീവിതത്തെ ഉള്ളൂ നമുക്ക്. അത് നമ്മൾ പരിശുദ്ധിയോടുകൂടി ജീവിക്കാം. അതിനെപ്പറ്റിയാണ് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവെ, സമയത്തോട് നന്ദി പറയുന്നു കർത്താവെ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മൈറ്റി ഫാദർ. കർത്താവെ, നിങ്ങൾക്ക് അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കാനുള്ള കൃപ തന്നെന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വചനം ഞങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകട്ടെ. അതനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ കർത്താവ്. ബാല്യക്കാരനോട് അങ്ങ് പറഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് അവരുടെ ജീവിതം, അവരുടെ വഴികൾ ക്ലീൻ ആക്കി വെക്കണമെന്ന്. കർത്താവ്, അതുപോലെ തന്നെ ക്ലീൻ ആക്കി വെക്കാനുള്ള കൃപ ഞങ്ങൾക്കും തരണമെന്ന് അപേക്ഷിക്കുന്നു. മൈറ്റി ഗോഡ്, താങ്ക് യു ജീസസ്.
പ്രൈസ് ആൻഡ് വർഷിപ്പ് യു മാസ്റ്റർ. യേശുനാമത്തിലെ കർത്താവെ, എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു. അവർക്ക് എല്ലാവർക്കും അങ്ങയുടെ വഴി കൂടെ നടക്കാനുള്ള കൃപ കൊടുക്കണം അപേക്ഷിക്കുന്നു. യേശുനാമത്തിലെ. ഇത് കേട്ടതിന് ദൈവത്തിന് മാത്രം